അടുത്തത് organism can pass on characters that is acquired during a lifetime to its offspring. Who gave the idea? ഒരു ജീവിതകാലത്ത് ഒരു ഓർഗാനിസം അക്വയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി അക്വയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്പ്രിങ്സിന് കൊടുക്കാൻ പറ്റും. ഈ തിയറി ആര് കണ്ടുപിടിച്ച തിയറിയാണ്? ഓപ്ഷൻ എ ഡാർവിൻ, ഓപ്ഷൻ ബി ഹ്യൂഗോ ഡീവ്രി, ഓപ്ഷൻ Lamarck, option D Wallace. Answer is option C Lamarck. Lamarck's theory of evolution is also known as theory of inheritance of acquired characteristics. He believed that characteristics of an individual gains during his lifetime are passed on to next generation. Use and disuse theory ഒക്കെ പറഞ്ഞ് Lamarck ആണ്. അതായത് ഈ ലൈഫ് ടൈമിൽ ഒരു ഇൻഡിവിജ്വൽ അക്വയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഡയറക്ട്ലി പാസ് ഓൺ ചെയ്യപ്പെടും. ഓക്കെ, ലമാർക്സ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സിന് എവിടെയെങ്കിലും കണ്ടാൽ ലമാർക്ക് ആണ്. ചാൾസ് ഡാർവിൻ, ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് എവല്യൂഷൻ ഡ്യൂ ടു ഹിസ് കോൺട്രിബ്യൂഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് തിയറി ഓഫ് എവല്യൂഷൻ. അതുപോലെ ഈ ഓപ്ഷനിലുള്ള അടുത്ത ആളാണ് ചാൾസ് ഡാർവിൻ. ഡാർവിന്റെ പ്രത്യേകത എന്താണ്? ഫാദർ ഓഫ് എവല്യൂഷൻ, തിയറി ഓഫ് എവല്യൂഷൻ പറഞ്ഞ ആളാണ്. His theory helped in removing all the conventional old beliefs which said that the formation of various species was supernatural phenomenon or act of Almighty. അപ്പൊ മുൻപ് സൂപ്പർനാച്ചുറൽ ഫിനോമിനൻ വഴിയാണ് ഇവല്യൂഷൻ നടന്നൊക്കെ പറഞ്ഞ എല്ലാ തിയറിയും ഡാർവിന്റെ തിയറിയോടുകൂടി നമുക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റി. ഡാർവിൻസ് എവല്യൂഷണറി തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഗേവ് മോർ റാഷണൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. ആസ് പെർ natural selection, various species originated from single species as a result of adaptation to changing environment. അപ്പൊ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഒന്ന്, ഫാദർ ഓഫ് എവല്യൂഷൻ ആരാണ്? ചാൾസ് ഡാർവിൻ. തിയറി ഓഫ് എവല്യൂഷൻ പറഞ്ഞ ആളാരാണ്? ചാൾസ് ഡാർവിൻ. പിന്നെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പറഞ്ഞ ആളാരാണ്? ചാൾസ് ഡാർവിൻ. ക്വസ്റ്റ്യനിൽ നാച്ചുറൽ സെലക്ഷൻ കണ്ടാൽ ആൻസർ ഡാർവിനിലേക്ക് പോകും. ക്വസ്റ്റ്യനിൽ അക്വയർഡ് ക്യാരക്ടർ, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അക്വയർഡ് എന്ന വാക്ക് കണ്ടാൽ നമ്മൾ ലമാർക്കിലേക്ക് പോകണം. അടുത്തത് Hugo de Vries, a Dutch botanist in 1902, proposed that variations are brought out by mutations. Mutations are sudden changes in the genetic makeup of organism. Hugo de Vries's contribution and fully mutation theory support ചെയ്യാറുണ്ട്. പുള്ളി പറയുന്നത് സഡൻ ചേഞ്ചസ് തന്നെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ മ്യൂട്ടേഷൻസ് ആണ് വേരിയേഷൻസിന് കാരണം. സോ മ്യൂട്ടേഷൻ, വേരിയേഷൻ ഈ വാക്കുകളൊക്കെ കേട്ട അതായത് ഹ്യൂഗോ ഡി വ്രീസ് എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തും, എന്ന ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. ഡെഫിനറ്റ്ലി ആ ചാപ്റ്റർ എടുത്ത തിയറീസ് ഒക്കെ പഠിക്കണം. ഇനിയിപ്പോ ഒന്നും അറിയില്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള കണക്ടിങ് വേർഡ്സ് ആണ് പറഞ്ഞിരുന്നത്. ഹ്യൂഗോ ഡി വ്രീസിലേക്ക് കണക്ട് ചെയ്യേണ്ട വേർഡ്സ് ആണ് മ്യൂട്ടേഷൻ, അതുപോലെ തന്നെ വേരിയേഷൻ. സഡൻ ചേഞ്ചസ്, മ്യൂട്ടേഷൻ സഡൻ ചേഞ്ചസ്, ദേ മേക്ക് അപ്പ് വേരിയേഷൻസ്. അതേപോലെ ലമാർക്കിനെ കണക്ട് ചെയ്യുന്ന മെയിൻ വേർഡ്സ് ആണ് അക്വയർഡ് ക്യാരക്ടർ, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. ചാൾസ് ഡാർവിൻ, തിയറി ഓഫ് എവല്യൂഷൻ, നാച്ചുറൽ സെലക്ഷൻ. അടുത്തത് ആൽഫ്രഡ് വാലസ്, a naturalist who worked in Malay archipelago, had also come to similar conclusions around the same time. In due course of time, apparently new types of organisms are recognizable. All the existing forms share similarity with common ancestors. ഈ ഒരു സെന്റൻസിന് മനസ്സിലാക്കി, അതായത് ഡാർവിൻ പറഞ്ഞ ഏകദേശം സിമിലർ കാര്യങ്ങളാണ് ആൽഫ്രഡ് വാലസും പറഞ്ഞതുകൊണ്ട് ആ സെന്റൻസ് സമയത്ത് ആര് പറഞ്ഞാന്ന് ചോദിക്കാൻ ചാൻസില്ല. പക്ഷെ ഡാർവിൻ പറഞ്ഞതുപോലെ സിമിലർ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ആൽഫ്രഡ് വാലസ് ആണ്. പിന്നെ പുള്ളി വർക്ക് ചെയ്തിരുന്നത് മലൈ ആർച്ചിപ്പെലഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുക. All are cause-specific categorization of adverse events following immunization except AEFI, adverse effects following immunization. Except എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് അല്ലാത്തത്? അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ അല്ലാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഇമ്മ്യൂണൈസേഷൻ അതായത് കോസ് സ്പെസിഫിക് അല്ലാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്? എല്ലാം തന്നെ AEFI ആണ്, അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ ആണ്. പക്ഷെ അതിൽ കോസ് സ്പെസിഫിക് അല്ലാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്? Option A, immunization anxiety related reaction. B, immunization error related reaction. Option C, unknown reaction. Option D, vaccine product related reaction. Okay, അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? കോസ് സ്പെസിഫിക് അല്ലാത്ത എന്താണ്? ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ അറിയാം, എല്ലാം തന്നെയും AEFI ആണ്, അഡ്വേഴ്സ് ഇഫക്ട് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ ആണ്. അതിൽ ഏതാണ് കോസ് സ്പെസിഫിക് അല്ലാത്തത്? പ്രത്യേകിച്ച് കാരണം ഉണ്ടെങ്കിലേ വരുള്ളൂ എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലെങ്കിലും വരാൻ ചാൻസ്. ഇതിനൊരു പർട്ടിക്കുലർ കാരണമില്ല, എന്തും കാരണമാണ്, അങ്ങനെയുള്ള എന്താണ്?
ആദ്യത്തത് ഇമ്മ്യൂണൈസേഷൻ ആൻസൈറ്റി റിലേറ്റഡ് റിയാക്ഷൻ. അതായത് ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്ന സമയത്ത് ഇഞ്ചക്ഷനോടുള്ള പേടി, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും അങ്ങനത്തെ പേടിയായിട്ട്, അത് സ്പെസിഫിക് കാരണമില്ലേ, അവർക്ക് ആൻസൈറ്റി ഉണ്ട്. ഇനി ഇമ്മ്യൂണൈസേഷൻ റിലേറ്റഡ് എറർ റിലേറ്റഡ് റിയാക്ഷൻ, ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന ഡോക്ടറിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നഴ്സിന്റെ ഭാഗത്തോ ഉണ്ടാകുന്ന തെറ്റുകൾ, എടുക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ എടുക്കുന്ന മരുന്നിന്റെ അളവ്, അതിലൊക്കെ ഉണ്ടാകുന്ന തെറ്റുകൾ, ആ പ്രൊസീജിയറിൽ വരുന്ന തെറ്റുകൾ ആണ് ഇമ്മ്യൂണൈസേഷൻ എറർ റിലേറ്റഡ് റിയാക്ഷൻ. അവിടെ ഒരു സ്പെസിഫിക് കാരണമില്ലേ, അളവ് കൂടിപ്പോയി അല്ലെ കുറഞ്ഞുപോയി, എടുത്ത സൈറ്റ് മാറിപ്പോയി അല്ലെങ്കിൽ പ്രത്യേക മെത്തേഡ് മാറിപ്പോയി, തെറ്റിപ്പോയി, സ്പെസിഫിക് കാരണമുണ്ട്. അടുത്തത് ഓപ്ഷൻ ഡി നോക്കാം, വാക്സിൻ പ്രോഡക്റ്റ് റിലേറ്റഡ് റിയാക്ഷൻ. ഈ വാക്സിന്റെ പ്രോഡക്റ്റ് കാരണം, ഇപ്പൊ കോവിഡ് വാക്സിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് കാരണമുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ HPV വാക്സിൻ ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് കാരണമുള്ള റിയാക്ഷൻ, പോളിയോ ആണെങ്കിൽ അത് കിൽഡ് ആണോ ലൈവ് ആണോ അതിനനുസരിച്ചുള്ള കോംപ്ലിക്കേഷൻ. അപ്പൊ അതൊക്കെ ആ വാക്സിൻ പ്രോഡക്റ്റ് അവിടെ ഒരു കാരണം. പക്ഷെ അൺനോൺ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും കോസ് സ്പെസിഫിക് ഉണ്ടോ? അൺനോൺ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കോസ് അറിയാത്തതുകൊണ്ട് അൺനോൺ എന്ന് പറഞ്ഞു. അപ്പൊ കോസ് സ്പെസിഫിക് അല്ലാത്ത ഏതാണ്? അൺനോൺ റിയാക്ഷൻ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, അൺനോൺ റിയാക്ഷൻ. ബാക്കിയെല്ലാം നമുക്ക് ജസ്റ്റ് നോക്കിയപ്പോൾ ഫസ്റ്റ് vaccine product related reaction description, an AEFI that is caused or precipitated by a vaccine due to one or more of the inherent properties of vaccine product. Example, extensive limb swelling following DTP vaccination. ഒരാൾ DTPയുടെ വാക്സിൻ എടുത്തു, അത് കഴിഞ്ഞ് പെട്ടെന്ന് എടുത്ത കൈ അങ്ങ് തടിച്ചു വന്നു, പെട്ടെന്ന് ഭയങ്കര ഓവറായിട്ട് സ്വെല്ലിങ് നടന്നു. അത് എന്തുകൊണ്ടാണ്? ആ വാക്സിനിൽ ഉണ്ടായ പ്രോഡക്റ്റ് കാരണം, DTP വാക്സിന്റെ കമ്പോണൻസ്, ആ വാക്സിനകത്തുള്ള സബ്സ്റ്റൻസ് കാരണം ഉണ്ടായ കോംപ്ലിക്കേഷൻ ആണ് വാക്സിൻ പ്രോഡക്റ്റ് റിലേറ്റഡ് റിയാക്ഷൻ. അടുത്തത് വാക്സിൻ ക്വാളിറ്റി ഡിഫക്ട് റിലേറ്റഡ് റിയാക്ഷൻ. An AEFI that is caused or precipitated by a vaccine that is due to one or more quality defects of the vaccine product, including its administration device as provided by manufacturer. Failure by manufacturer to completely inactivate a lot of inactivate polio vaccine leads to case of paralytic polio. ഒരാൾക്ക് പോളിയോ വാക്സിൻ എടുക്കും, പാരലിസിസ് വരാതിരിക്കാനാണ് പോളിയോ വാക്സിൻ എടുക്കുന്നത്. പക്ഷെ നമ്മൾ പറയും പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണെന്ന് പറയും. എന്നിട്ട് അതിനെ കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ്, നമ്മൾ എല്ലാ വാക്സിൻ എന്ന് പറയുമ്പോഴും നമ്മുടെ കൺസെപ്റ്റ് അതാണല്ലോ, ഇനാക്ടിവേറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇൻഫെക്ട് ഉണ്ടാകുന്നത്. പക്ഷെ ആ മാനുഫാക്ചറർ അതിനെ കറക്റ്റ് ആയിട്ട് ഇനാക്ടിവേറ്റ് ചെയ്തില്ല. ഈ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയ പോളിയോ വൈറസ് തന്നെ ആക്റ്റീവ് ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ ആൾക്ക് പോളിയോ വന്നു, പാരലൈസ്ഡ് ആയിട്ട്. അവിടെ എന്താണ്? വാക്സിന്റെ ക്വാളിറ്റി കാരണമുള്ള പ്രശ്നമാണ്, ക്വാളിറ്റി ഡിഫക്ട് റിലേറ്റഡ് റിയാക്ഷൻ ആണ്. Immunization error related reaction, an AEFI that is caused by inappropriate vaccine handling, prescribing or administration, transmission of infection by contaminated multidose virus. എന്താ പറ്റുന്ന വെച്ചാൽ ഇവിടെ ഇമ്മ്യൂണൈസേഷൻ എറർ ചെയ്യുന്ന പ്രോസസ്സിൽ വരുന്ന തെറ്റാണ്. ഒരാൾക്ക് എടുത്തത് തന്നെ നമ്മൾ വേറൊരാൾക്ക് എടുത്ത് അങ്ങനെ എന്ത് പറ്റി? ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ആയി, ഒരാൾക്കുള്ള ഇൻഫെക്ഷൻ മറ്റേ ആൾക്കായി, അത് അവിടെ ആ പ്രൊസീജിയറിൽ വരുന്ന എററാണ്. Immunization anxiety related reaction, an AEFI arising from anxiety about immunization. Vasovagal syncope in adolescent following വാക്സിനേഷൻ. പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കുമ്പോൾ അത് എടുക്കുന്നത് കാണുമ്പോൾ, സിറിഞ്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ ബ്ലഡ് വല്ലതും കണ്ടാൽ അത് കാണുമ്പോൾ, അല്ലെങ്കിൽ എടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ഈ പേടിച്ചങ്ങ് തല അറിഞ്ഞ് വീഴുക, അല്ലെ ബോധം പോയി ഇങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കുക, അതൊക്കെ ആൻസൈറ്റി റിലേറ്റഡ് റിയാക്ഷൻസ് ആണ്. കോഇൻസിഡന്റൽ ഇവന്റ്സ്, an AEFI caused by something other than the vaccine product, immunization or immunization anxiety. ഈ വാക്സിൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ഇപ്പൊ DTP കാരണം കാല് വീണെങ്കിൽ അത് വാക്സിന്റെ പ്രോഡക്റ്റ് കാരണമാണ്. പോളിയോ വാക്സിൻ എടുത്ത ആൾക്ക് പോളിയോ വരാതിരിക്കാൻ വേണ്ടി എടുത്ത വാക്സിൻ കാരണം പോളിയോ വന്ന് കാല് തളർന്നു പോകുന്നെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്തപ്പോൾ ഉള്ള തെറ്റാണ്, എന്റെ ക്വാളിറ്റി ഡിഫക്റ്റ് ആണ്. ഇനി ഒരാൾക്ക് വാക്സിൻ എടുത്ത് വയലിൽ തന്നെ വേറൊരാൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡായി അത് പ്രൊസീജിയറിൽ വന്ന തെറ്റാണ്. ഒരു വാക്സിൻ എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി തലറിഞ്ഞു വീണെങ്കിൽ അത് ആ കുട്ടിയുടെ ആൻസൈറ്റി കാരണം, പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലാതെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നും അല്ലാതെ ഉണ്ടാകും നമ്മൾ കോയിൻസിഡന്റൽ ഈവന്റ് അല്ലെങ്കിൽ അൺനോൺ റിയാക്ഷൻ എന്ന് പറയും. ആ ഫീവർ ആഫ്റ്റർ വാക്സിനേഷൻ, ടെമ്പറൽ അസേഷൻ, മലേറിയൽ പാരസിറ്റ് ബ്ലഡ്. അതായത് ഒരു പനി വന്നു, വാക്സിൻ എടുത്ത് പെട്ടെന്ന് അയാൾക്ക് ഒരു പനി വന്നു, എന്നിട്ട് നോക്കുമ്പോൾ അത് മലേറിയ ആണ്. അതൊരിക്കലും ആ വാക്സിൻ കാരണമല്ല, പക്ഷെ വാക്സിൻ എടുത്ത കഴിഞ്ഞാണ് ഈ പനി വന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല എക്സാക്ട്ലി വാക്സിൻ ആണോ കാരണം എന്ന്. ഈ വാക്സിൻ കാരണമാണോ അയാൾക്ക് ഈ ഫീവർ വന്നത്, അല്ലെങ്കിൽ ഈ ഫീവർ ഇത്രയും കൂടാൻ കാരണം ഈ വാക്സിൻ കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ഇല്ല. അതിൽ നമ്മൾ കോയിൻസിഡന്റ് ഇവന്റ്സ് അല്ലെങ്കിൽ അൺനോൺ റിയാക്ഷൻ എന്ന് പറയും. അടുത്തത്, all are true about mass drug administration in filariasis etc. all എന്നുള്ളതും ചേർത്തേക്കണേ. All are true about mass drug administration, filariasis, etc. അതായത് ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ് മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഫൈലേറിയാസിനെ പറ്റി, ഒരെണ്ണം ഒഴിച്ച്. അതേതാണ് കണ്ടുപിടിക്കുക.
given to all above 2 years of age except pregnant and seriously ill patients. അതായത് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫൈലേറിയാസിന്റെ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാറില്ല. അതേപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കാറില്ല. ശരിയാണ്. ഇൻഡിക്കേറ്റഡ് ഇൻ ഹൈലി എൻഡമിക് ഏരിയാസ്. ഈ അസുഖം ഏറ്റവും കൂടുതലുള്ള റീജിയനിലാണ് നമ്മൾ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലൊന്നും ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഏരിയാസ്, ഫോർ എക്സാമ്പിൾ കേരളമൊക്കെ എടുക്കണമെങ്കിൽ ആലപ്പുഴയിലെ കുട്ടനാട്, ചേർത്തല അങ്ങനത്തെ ഏരിയസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടുള്ളത്. ഈ മന്ദരോഗം അല്ലെങ്കിൽ ഫൈലേറിയസ്, അവിടെയാണ് പോയി മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. Given only if the people have microfilaria or disease manifestations. ആ ആൾക്ക് അസുഖത്തിന് ലക്ഷണം വന്നാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണോ? അല്ല. ആ സ്ഥലത്തുള്ള എല്ലാവർക്കും നമ്മൾ ഈ മരുന്ന് കൊടുക്കും. കാരണം ഒന്നെങ്കിൽ അവർക്ക് അസുഖം വരാം, അല്ലെ അവർ ആ അസുഖത്തിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏജന്റ് ആവും. രണ്ടും. ചിലപ്പോൾ ഇവർക്ക് സിംറ്റം ഇല്ല, പക്ഷെ ഇവരുടെ ബോഡിയിൽ ആ മൈക്രോഫൈലേറിയ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇവരെ കുത്തിയ ഒരു കൊതുക് അസുഖം ഇല്ലാത്ത ഒരാളെ കുത്തിയ അവർക്കും സിംറ്റം വരും. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ തടയാൻ വേണ്ടി നമ്മൾ എല്ലാവർക്കും മെഡിസിൻ കൊടുക്കും. അപ്പൊ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ആൻസർ. സോ സി. ഇനി ഡി കൂടെ വായിക്കാം. അറ്റ്ലീസ്റ്റ് 80% കവറേജ് ഹാസ് ടു ബി അച്ചീവ്. യെസ്, കറക്റ്റ് ആണ്. NBA, that is filariasis, started as a mass campaign from 2004. Filariasis against ആയിട്ടുള്ള mass drug administration campaign തുടങ്ങിയത് എപ്പോഴാണ്? 2004. Initially with single dose of DEC ആണ് ആദ്യം കൊടുത്തു തുടങ്ങിയത്. In the year 2017 with DEC plus albendazole co-administration. ആദ്യം 2004 തുടങ്ങുമ്പോൾ DEC മാത്രമേ, ഡൈഥൈൽ കാർബമസിൻ DEC മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. 2007 ആയപ്പോ DEC പ്ലസ് ആൽബൻഡസോൾ കൊടുത്തു തുടങ്ങി. പ്രോഗ്രാമിന് കുറച്ചുകൂടി ഇഫക്റ്റീവ് DEC പ്ലസ് ആൽബൻഡസോൾ കോമ്പിനേഷൻ ആണ് മനസ്സിലായി. From 2018 triple drug therapy, that is DEC plus albendazole plus ivermectin is launched initially in 5 selected districts. Since elimination target is approaching, first all the left out districts which are yet to achieve elimination will be brought in the IDU. അത് കൺസിഡർ ചെയ്യേണ്ട. പക്ഷെ ആദ്യം 2004 ഈ മൾട്ടിപ്പിൾ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അഗേൻസ്റ്റ് ഫൈലേറിയാസിസ് വന്നത്. ഒരു പോയിന്റ് ആണ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി MBA അഗേൻസ്റ്റ് ഫൈലേറിയാസിസ്, മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അഗേൻസ്റ്റ് ഫൈലേറിയാസിൽ ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. DEC 2007 അതിന്റെ കൂടെ ആൽബൻഡസോൾ വന്നു. 2018 അതിന്റെ കൂടെ ഇവർമെക്റ്റിനും കൂടെ വന്നെങ്കിലും DEC ഓർത്ത് വയ്ക്കുക, അത് എന്തായാലും ഇമ്പോർട്ടന്റ് ഡ്രഗ് ആണ്. പിന്നെ ആനുവൽ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിംഗിൾ ഡോസ് ഓഫ് DEC ആൻഡ് ആൽബൻഡസോൾ ഫോർ 5 years or more to eligible population except pregnant children below 2 years of age and seriously ill persons to interrupt transmission of disease, home-based management of lymphedema cases and upscaling of hydrocele operations in identified CHCs or districts. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ അണ്ടറിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് തന്നെ MDA എന്താണ്? മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതിന്റെ അണ്ടറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 വയസ്സിന് ശേഷമുള്ള എല്ലാ കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്ക് എല്ലാവർക്കും, പ്രഗ്നന്റ് ലേഡീസ് ഒഴിച്ച്, അതുപോലെ സീരിയസ് അസുഖമുള്ള എല്ലാവരും ഒഴിച്ച് 2 വയസ്സിന് മേലുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ ഈ മരുന്ന് കൊടുക്കും. DEC അല്ലെങ്കിൽ DEC പ്ലസ് ആൽബൻഡസോൾ കോമ്പിനേഷൻ, അല്ലെങ്കിൽ DEC പ്ലസ് ആൽബൻഡസോൾ പ്ലസ് ഇവർമെക്റ്റിൻ കോമ്പിനേഷൻ കൊടുക്കും. എത്ര നാള്? 5 വർഷത്തേക്കെങ്കിലും കൊടുക്കും. എവിടെ? എൻഡമിക് ഏരിയ, ഏറ്റവും കൂടുതൽ അസുഖമുള്ള ഏരിയാസിൽ കൊടുക്കും. എന്തിനു വേണ്ടി? ടു ഇന്ററപ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. ഫൈലിയാസിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ മൈക്രോഫൈലേറിയ, അത് അസുഖത്തിന്റെ സ്പ്രെഡ് തടയാൻ വേണ്ടിയിട്ട്. ഇനി സ്പ്രെഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഫിഷറേറിയ, മല്ലായി ഫിഷറേറിയ, ബാങ്ക്രോപ്റ്റി. ഈ ഇതിനെ സ്പ്രെഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഫീമെയിൽ ക്യൂലെക്സ് മസ്കിറ്റോ ആണ് ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഈ ട്രാൻസ്മിഷൻ തടയാനാണ് നമ്മൾ ആളുകൾക്ക് എന്ത് കൊടുക്കുന്നത്? ഈ മെഡിസിൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ അവിടെ അതിന്റെ കൂടെ പാരലായിട്ട് തന്നെ ഈ എലിമിനേഷൻ വെക്ടർ എലിമിനേഷൻ പ്രോഗ്രാംസും കൂടെ നടത്തണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോഫൈലിയറിക്ക് എതിരെ നടക്കുന്ന മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്? 2004. രണ്ടാമത്, മൈക്രോഫൈലിയറിക്കെതിരെ നടത്തുന്ന മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമിൽ ഏത് ഡ്രഗ് ആണ് കൊടുക്കുന്നത്? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. DEC. പിന്നീട് ആൽബൻഡസോളും 2007 വന്നതും അതിന്റെ കൂടെ 2018 കൊടുത്തുള്ളത് ഓർത്ത് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലേ. അടുത്ത ചോദ്യം, ഏത് റീജിയനിലാണ് ചെയ്യുന്നത്? അതെവിടെ ചെയ്യുന്നത്? ഏറ്റവും എൻഡമിക് ആയിട്ടുള്ള റീജിയനിലാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ആർക്കൊക്കെയാണ് ചെയ്യുന്നത്? 2 വയസ്സിന് മുകളിലൊക്കെ എല്ലാവർക്കും ചെയ്യും. ഇനി ആർക്കൊക്കെയാണ് ചെയ്യാത്തത്?
പ്രഗ്നന്റ് ലേഡീസിന് ചെയ്യില്ല, 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യില്ല, സീരിയസ്ലി ഇല്ലായിട്ടുള്ള ആളുകൾക്ക് ചെയ്യില്ല. ഇനി എത്ര പേർക്ക് ചെയ്യണം? മിനിമം 80%, ആയിരിക്കണം 80% ആൾക്കാർക്കെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇനി അതിന് നമ്മൾ ഈ പോയിന്റ് തെറ്റാന്നാ പറയുന്നത്. ഈവൻ ഓൺലി പീപ്പിൾ ഹാവ് മൈക്രോഫൈലറിയൽ ഡിസീസ് മാനിഫെസ്റ്റേഷൻസ്. അതിന്റെ അർത്ഥം സിംറ്റംസ് ഉള്ളവർക്ക് മാത്രം കൊടുക്കത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, സിംറ്റംസ് ഇല്ലാത്തവർക്കും എല്ലാവർക്കും നമ്മൾ കൊടുക്കും. ആ പോയിന്റോട് നോട്ട് ചെയ്ത് നോക്കുക. അതായിരുന്നു ഇവിടുത്തെ ആൻസർ. അതല്ല ചോദിക്കുന്ന ആൻസറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞത് തന്നെ. ഇതിന്റെ മെയിൻ എയിം എന്താണ്? ടു ഇന്ററപ്റ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. എന്റെ കൂടെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഈ ഫൈലേറിയസിസ് കാരണം ഉണ്ടാകുന്ന ലിംഫെഡിമ, ഹൈഡ്രോസിലൊക്കെ മാനേജ് ചെയ്യുന്ന, അതായത് അത് ഓൾറെഡി വന്നവർക്ക് അത് കാരണം ലിംഫെഡിമയും ഹൈഡ്രോസിലും ഒക്കെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അതിനെ മാനേജ് ചെയ്യുക. അടുത്തത് വിച്ച് ഓഫ് ദീസ് ഇസ് എ ലൈവ് വാക്സിൻ? ഏതൊക്കെയാണ് ഈ പറഞ്ഞ ലൈവ് വാക്സിൻ? പെന്റാവാലൻ വാക്സിൻ, മീസിൽസ് വാക്സിൻ, ടിറ്റനസ് ടോക്സൈഡ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ. അത് കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകം കിട്ടും. മീസിൽസ് വാക്സിൻ ആണ്. ലൈവ് അക്ടിവേറ്റഡ് വാക്സിൻസ് ആണ് BCG, OPV, മീസിൽസ്, മംസ്, റുബെല്ല, യെല്ലോ ഫീവർ, ടൈഫറൽ, ലൈവ് പ്ലേഗ് വാക്സിൻ, വാരിസെല്ല വാക്സിൻ, എപ്പിഡമിക് ടൈഫസ് വാക്സിൻ, റോസ്റ്റർ വാക്സിൻ, കോൾഡ് റാപ്പിഡ് ഇൻഫ്ലുവൻസ, റോട്ടാ വൈറസ് റിയസോട്ടിൻ, സ്റ്റേ ലൈവ് വാക്സിൻ. കിൽഡ് ആണ് പെർtussis, IPV, റേബീസ്, കോളറ, മെനിഞ്ചോകോക്കൽ വാക്സിൻ, കിൽഡ് പ്ലേഗ് വാക്സിൻ, കിൽഡ് ഇൻഫ്ലുവൻസ, JE, KFT, ചിക്ക് ബോൺ എൻസെഫലൈറ്റിസ് വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ്. ഈ രണ്ടില് ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അത് പഠിക്കുക. എന്നിട്ട് ഏതാ പഠിച്ചതിന് ഓർത്ത് വെക്കുക. അവസാനം പഠിച്ചത് ലൈവ് ആണോ കിൽഡ് ആണോ പഠിച്ചതെന്ന് ഡൗട്ട് വരരുത്. ഏതെങ്കിലും ഒന്ന് പഠിക്കുന്ന ഉറപ്പിക്കുക, അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ ലൈവ് ആണെങ്കിൽ നമുക്ക് പഠിച്ചതിൽ തന്നെ കിട്ടും. അല്ലാതാണെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനെങ്കിലും പറ്റും. ഇപ്പൊ ഇവിടെ ലൈവ് വാക്സിൻ. അപ്പൊ ഒരു കുട്ടി ഈ ലൈവ് വാക്സിൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മീസിൽസ് ആണ് ലൈവ് എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോ ഇതല്ല, ഇപ്പോഴത്തെ കോളോ പഠിച്ചെങ്കിൽ പെന്റാവാലൻ, ടെറ്റനസ് ടോക്സോയിഡ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അതൊക്കെയാണ് ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഇവിടെ തന്നെ ഉണ്ട്. ടെറ്റനസ് ടോക്സോയിഡ് ആണ്. അപ്പൊ എന്തായാലും അത് ലൈവ് അല്ല, ആ പേരിൽ നിന്നാണ് നമുക്കറിയാം. പിന്നെ പെന്റാവാലൻ വാക്സിൻ. അപ്പൊ അത് നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ലൈവ് വാക്സിൻ മീസിൽസ് വാക്സിൻ ആണെന്ന് പറയാൻ പറ്റും. സോ ഏതെങ്കിലും ഒരു കോളമെങ്കിലും മിനിമം പഠിച്ചിരിക്കുക. A severely malnourished child 6 months to 72 months of age gets the following calories and proteins per day through ICDS. ICDS, Integrated Child Development Scheme ആണ് ICDS. അതിനനുസരിച്ച് ഒരു കുഞ്ഞിന് 6 months തൊട്ട് 72 months വരെയുള്ള ഏജ് ഉള്ള കുട്ടിക്ക് എത്രയാണ് ഡെയിലി റിക്വയർമെന്റ്, എത്രയാണ് അലവൻസ് കിട്ടുന്നത്, എത്ര കാലറി കിട്ടും, എത്ര പ്രോട്ടീൻ കിട്ടും, അതാണ് ചോദ്യം. ഓപ്ഷൻ എ 300 calories, 10 to 12 gram protein. Option B 500 calories, അതിൽ 12 to 15 gram protein. Option C 800 calories, 20 to 25 gram protein. Option D 1000 calories, 25 to 30 gram protein. Answer is option C 800 calories, 20 to 25 gram protein. കാണാതെ പഠിക്കണം. ICDS സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2 October 1975 ലോഞ്ച് ചെയ്ത്. ഇയർ ഇമ്പോർട്ടന്റ് ആണ്. ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻ. ആർക്കൊക്കെയാണ് ഈ ICDS സ്കീം കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്ന? ആർക്കൊക്കെയാണ്? 6 to 72 months വരെയുള്ള കുട്ടികൾ, സിവിയർലി മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വരുന്ന. അപ്പൊ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്, അമ്മമാർക്കും ഉണ്ട്. സിവിയർ മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലാത്ത 6 തൊട്ട് 72 months വരെയുള്ള കുട്ടികൾക്ക്, അതേപോലെ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് ഇവന്റ്, അതായത് പ്രഗ്നന്റ് ലേഡീസ്, അതുപോലെ തന്നെ കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുന്ന അമ്മമാർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് ഈ അലവൻസ് അനുസരിച്ചുള്ള പ്രോട്ടീൻ കാലറീസ് അവർക്ക് ഡെയിലി കിട്ടും. നമുക്ക് നോക്കാം. 6 to 72 months ഉള്ള കുട്ടിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 6 to 72 months ഉള്ള കുട്ടിയാണെങ്കിൽ 300 കിലോ കാലറി മൊത്തം കിട്ടും. അതിൽ പ്രോട്ടീൻ 8 to 10 ഗ്രാമും. ഇനി ഇത് പ്രീ റിവൈസ്ഡ് ആയിരുന്നു. റിവൈസ്ഡ് ഇത് പഠിച്ചാൽ മതി. റിവൈസ്ഡ് വേർഷൻ മാത്രം പഠിച്ചാൽ ഫേവറേറ്റ് പേഴ്സൺ ആൻഡ് റിവൈസ്ഡ് പഠിച്ചാൽ മതി. അപ്പൊ 6 to 72 months ഉള്ള കുട്ടിക്ക് 500 കിലോ കാലറി, പ്രോട്ടീൻ എന്ന് പറഞ്ഞ് 12 to 15 ഗ്രാമുമാണ്. ഈ സിവിയർലി മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ, അതേ ഏജ് ഗ്രൂപ്പിലുള്ള സിവിയർലി മാൽനറിഷ്ഡ് ചൈൽഡ് ആണെങ്കിൽ മാൽനറിഷ്മെന്റ് ഉണ്ട്. അപ്പൊ അവിടെ എനർജി ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? 20 to 25 gram പ്രോട്ടീനും 800 കിലോ കാലറി കൊടുക്കും. ഇനി പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വിമൻ ആകുമ്പോൾ 600 കിലോ കാലറി, അതുപോലെ പ്രോട്ടീൻ 18 to 20. നമുക്ക് പ്രഗ്നന്റ് ലേഡിക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും പ്രോട്ടീൻ ഡിമാൻഡ് ആർക്കുണ്ട്? സിവിയർ മാൽനറിഷ്ഡ് ആയതുകൊണ്ട് നമ്മൾ അത്രയും കൂടുതൽ
കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയാതെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണണം, എന്നിട്ട് നമുക്ക് ഈ 3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന പ്രഗ്നന്റ് ലേഡിക്കല്ലേ. അപ്പൊ കുട്ടിക്ക് 500 മാൽനറിഷ് ആയിട്ടുള്ള കുട്ടിയാകുമ്പോൾ ഇത് ഹെൽത്തി കുഞ്ഞിനായിരിക്കും 500, പ്രഗ്നന്റ് ലേഡിക്ക് ആയിരിക്കും 800. അപ്പൊ മാൽനറിഷ് കുട്ടിക്ക് 600 ആയിരിക്കും. അങ്ങനെയല്ല, പ്രഗ്നന്റ് ലേഡി, മാൽനറിഷ്ഡ്, അതുപോലെ നോർമൽ ചൈൽഡ്, അതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആർക്കാണ്? പ്രഗ്നന്റ് ലേഡിയെ കാട്ടിലും കൂടുതൽ കൊടുക്കുന്ന ആർക്കാണ്? മാൽനറിഷ് ചൈൽഡിന്. അപ്പൊ അത് ഡെഫിനറ്റ്ലി നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാതെ പോയാൽ നമ്മൾ റോങ് ആയിട്ട് ഗസ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇവിടെ സിവിയർലി മാൽനറിഷൻ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ 60-72 മന്ത്സ്, എന്തായാലും 60-72 മന്ത്സ് തന്നെയാണ് ഏജ് ഗ്രൂപ്പ്. അപ്പൊ അതിനകത്ത് വ്യത്യാസമില്ല. ഇനി സിവിയർ മാൽനറിഷ്ഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം മാത്രം നോക്കിയിരുന്നു. സിവിയർ മാൽനറിഷ്ഡ് ആണെങ്കിൽ അവിടെ 800 കാലറീസ്, 20-25 ഗ്രാംസ് പ്രോട്ടീൻ. ഇനി 72 മന്ത്സ് എന്നുള്ളത് 1 to 6 years എന്ന രീതിയിൽ ചോദിച്ചാലും സെയിം തന്നെയാണ് ആൻസർ. All the following are vaccine preventable diseases except hepatitis B, tuberculosis, polio, കാലാസർ. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഉണ്ട്, ട്യൂബർകുലോസിസ് വാക്സിൻ ഉണ്ട്, പോളിയോ വാക്സിൻ ഉണ്ട്, അതെല്ലാം നമുക്കറിയാം. കാലാസർ വാക്സിൻ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ കാലാസറിന് അഗേൻസ്റ്റ് വാക്സിൻ ഇല്ല. ചോദിച്ചേക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് എക്സെപ്റ്റ്? കാലാസറിന് വാക്സിൻ ഇല്ല. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പെന്റാവാലൻ വാക്സിൻ, അതാണ് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള വാക്സിൻ. പെന്റാവാലൻ ഒരു വാക്സിന് ഒരു അസുഖത്തിനെതിരെ മാത്രം കൊടുക്കുമ്പോൾ നമ്മൾ അതിന് മോണോവാലന്റ് എന്ന് പറയും. 2 അസുഖങ്ങൾക്കെതിരെയാണെങ്കിൽ ബൈവാലന്റ്. അങ്ങനെ അങ്ങനെ പറഞ്ഞ് 5 അസുഖങ്ങൾക്കെതിരെ വരുമ്പോഴാണ് നമ്മൾ അതിന് പെന്റാവാലന്റ് എന്ന് പറയുന്നത്. പെന്റാവാലന്റ് വാക്സിൻ എന്തിനൊക്കെ എതിരെ പ്രവർത്തിക്കും? DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹിബ്, HIV, ഹ്യൂമോഫിലസ് ഇൻഫ്ലുവൻസ ബി, ഇത്രയെതിരെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ അതിന് പെന്റാവാലന്റ് വാക്സിൻ പറഞ്ഞത്. അപ്പൊ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിബ്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിൻ ഉണ്ട്, ട്യൂബർകുലോസിസ് വാക്സിൻ ഉണ്ടെന്ന് നമുക്കറിയാം, പോളിയോ വാക്സിൻ ഉണ്ടെന്നറിയാം. കാലാസർ. Kalasar is a slow progressing indigenous disease caused by a protozoan parasite of genus Leishmania. Leishmania donovani ആണ് causative organism. അതൊരു പ്രോട്ടോസോവൻ ആണ്. അത് cause ചെയ്ത ഡിസീസ് ആണ് കാലാസർ. In India, Leishmania donovani is the only parasite causing the disease. The parasite primarily affects reticuloendothelial system and may be found in abundance in bone marrow, liver, spleen. Bone marrow, liver, spleen ലൊക്കെയാണ് കൂടുതലായിട്ട് ഈ പ്രോട്ടോസോവൻ കാണുന്നത്. മെയിനായിട്ട് എഫക്ട് ചെയ്യുന്നത് ബോൺ മാരോ, ലിവർ, സ്പ്ലീൻ, നമ്മൾ റെറ്റിക്കുലോഎൻഡോഥെലിയൽ സിസ്റ്റം എന്ന് പറയുന്നു. ഇതിനെതിരെ എന്തില്ല? വാക്സിൻ ഇല്ല, നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല, പ്രാവർത്തികമായിട്ടുമില്ല. പ്രസിഡന്റ് സ്പ്രേസ് യൂസ് for control of house flies in areas of DDT resistance are all except DDT എന്താ? ഡൈക്ലോറോ, ഡൈഫിനൈൻ, ട്രൈക്ലോറോ, ഇതിന് ഒരു ഇൻസെക്ടിസൈഡ് ആണ് അല്ലെ, പെസ്റ്റിസൈഡ്. നമ്മൾ ഇൻസെക്ട്സിനെയും പെസ്റ്റിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സ്പ്രേ ചെയ്യുന്നതാണ്. പക്ഷെ ക്രമേണ എന്ത് പറ്റും? ഈ ഇൻസെക്ട്സിനൊക്കെ അതുപോലെ പെസ്റ്റിനൊക്കെ DDTയുടെ റെസിസ്റ്റൻസ് വരും. അവരെ അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക് രീതിയിൽ അവരൊരു റെസിസ്റ്റൻസ് അക്വയർ ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് ചോദിക്കും. ഓപ്ഷൻ എ മെഥിയോക്ലോർ ക്ലോർഡൈൻ, ഓപ്ഷൻ ബി ഫെൻതിയോൺ, ഡയസിനോൺ, ഓപ്ഷൻ സി ഡി മാലത്തിയോൺ, ഓപ്ഷൻ ഡി റോനെൽ മാലത്തിയോൺ. ആൻസർ എന്ന് പറയുന്നത് മെഥിയോക്ലോർ ക്ലോർഡൈൻ ആണ്. മാലത്തിയോൺ ആൻഡ് ഫെനിട്രോത്തിയോൺ are organophosphate insecticides which are being used with increasing frequency for malaria control following development of vector resistance DDT. അപ്പൊ DDT എന്താണെന്ന് മനസ്സിലാക്കുക. ഡൈക്ലോറോ ഡൈഫിൻ ട്രൈക്ലോറൈഡിൻ ആണ്. അതൊരു വെക്ടറിനെതിരെ, അതായത് മസ്കിറ്റോയ്ക്കെതിരെ, ഇൻസെക്ട്സിനൊക്കെ സ്പ്രേ ചെയ്യുന്ന മെഡിസിൻ ആണ്. പക്ഷെ ഇവർക്കൊക്കെ DDT റെസിസ്റ്റൻസ് വരും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് മാലത്തിയോൺ, ഫെനിട്രോത്തിയോൺ. ഓക്കെ, DDT റെസിസ്റ്റൻസ് വരുമ്പോൾ കൊടുക്കുന്ന മെഡിസിൻസ് ആണ് ഇതൊക്കെ. ഇത് പാർട്ടിലുള്ള അതേ സെന്റൻസ്, അപ്പൊ അത് പഠിച്ചിരിക്കും. കൂടാതെ ഇപ്പൊ ഇവിടെ മെഥിയോക്ലോർ ക്ലോർഡൈൻ ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് കൊടുക്കാം റെസിസ്റ്റൻസിന് DDT. അപ്പൊ DDTയോട് ഈ മസ്കിറ്റോ റെസിസ്റ്റന്റ് ആണ്. DDT സ്പ്രേ ഇട്ട് കാര്യമില്ല. അന്നേരം സ്പ്രേ ചെയ്യുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി, സി, ഡിയിലുള്ള എല്ലാ മരുന്നുകളും ഉണ്ട്. All FRUs or CHCs should have option A newborn care corner, option B special newborn care unit and newborn stabilization unit,
ഓപ്ഷൻ സി ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്, ഓപ്ഷൻ ഡി ന്യൂബോൺ കെയർ കോർണർ ആൻഡ് ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്. അതിന് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് ആണ് FRU എന്ന് പറയുന്നത്. CHC നമുക്കറിയാം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അവിടെ എന്തുണ്ടായിരിക്കണം, അത് കമ്പൽസറി ആയിട്ട് വേണ്ട കാര്യം ഏതാണ് ചോദിക്കുന്നത്. ന്യൂബോൺ കെയർ കോർണർ, ന്യൂബോൺ കെയർ യൂണിറ്റ് ആൻഡ് ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്. ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് മാത്രം, ന്യൂബോൺ കെയർ കോർണർ ആൻഡ് ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ ബി ന്യൂബോൺ കെയർ കോർണർ ആൻഡ് ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്. അപ്പൊ ഒന്നും പഠിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചാൽ എല്ലാം വേണ്ട കാര്യങ്ങളാണെങ്കിലും തോന്നും. അതായത് ഈ ടോപ്പിക് പഠിച്ചിരിക്കുക. ഡെഫിനിഷൻ ഓഫ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്. FRU എന്താണ്? ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്. ഡെഫിനിഷൻ എന്താണ്? ആൻ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി, district hospital, subdivisional hospital, community health center, etc. can be declared fully operational first referral unit FRU only if it is equipped to provide round-the-clock services for emergency, obstetric and newborn care in addition to all emergencies that any hospital is required to provide. അതായത് ഒരു ഹോസ്പിറ്റലിന് എപ്പോഴാണ് നമ്മൾ FRU എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ കൊടുക്കുന്നത്? FRU എന്താണ്? ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്. ഈ ഡെസിഗ്നേഷൻ ഏതൊക്കെ ആശുപത്രികൾക്ക് കൊടുക്കാം? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന് കൊടുക്കാം, സബ് ഡിവിഷണൽ ഹോസ്പിറ്റലിന് കൊടുക്കാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് കൊടുക്കാം. കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം? റൗണ്ട് ദ ക്ലോക്ക് മുതൽ 24 മണിക്കൂറും എന്ത് പ്രൊവൈഡ് ചെയ്യണം? സർവീസസ് ഫോർ എമർജൻസി, ഓബ്സ്റ്ററ്റിക് ആൻഡ് ന്യൂ ബോൺ കെയർ. ഈ 24 മണിക്കൂറും ഈ ഹോസ്പിറ്റലിൽ ഒരു പ്രസവം നടക്കാൻ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം. പ്രസവ സമയത്ത് ഉണ്ടാവുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും എല്ലാ എമർജൻസീസും മാനേജ് ചെയ്യാൻ, ആ അമ്മയ്ക്ക് വേണ്ട കെയർ കൊടുക്കാനും അതേപോലെ പ്രസവശേഷം അമ്മയ്ക്ക് വേണ്ട കെയർ കൊടുക്കാനും കുഞ്ഞിന് ന്യൂ ബോൺ ICU, NICU ഒക്കെ അല്ലേ കുഞ്ഞിന് എന്തെങ്കിലും എമർജൻസി അതിനുള്ള ഫെസിലിറ്റി എല്ലാം ഉള്ള ഒരു ആശുപത്രി ആയിരിക്കണം. അത് ഫുൾ 24 hours ഓപ്പറേഷനിൽ ആയിരിക്കണം. ഡോക്ടേഴ്സിന്റെ, നഴ്സുമാരുടെ, അറ്റൻഡൻസിന്റെ ഒക്കെ സഹായം 24 hours അവൈലബിൾ ആയിരിക്കണം. ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഹോസ്പിറ്റലിനെ എന്തെന്ന് വിളിക്കുകയുള്ളൂ? FRU, ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് എന്ന് വിളിക്കുകയുള്ളൂ. ഇൻ അഡീഷൻ ടു ഓൾ എമർജൻസി അറ്റ് ഹോസ്പിറ്റൽസ് റിക്വയർഡ് ടു പ്രൊവൈഡ്. അപ്പൊ ബാക്കിയൊന്നും വേണ്ടേ? അല്ല, ബാക്കി എല്ലാ ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഒരു ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും ഫുൾഫിൽ ചെയ്യണം. അതിന്റെ കൂടെ ഒബ്സ്റ്റട്രിക് എമർജൻസീസും ന്യൂബോൺ എമർജൻസീസും ഹാൻഡിൽ ചെയ്യാൻ ഹോസ്പിറ്റലിൽ കേപ്പബിൾ ആയിരിക്കണം 24 hours. അങ്ങനെ വരുന്നത് നമ്മൾ അതിനെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് എന്ന് വിളിക്കുക. റിക്വയർമെന്റ് ഓഫ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്. എന്തൊക്കെ നിബന്ധനകളാണ് ഉള്ളത്? ഒന്ന്, എമർജൻസി ഓബ്സ്റ്റട്രിക് കെയർ ഇൻക്ലൂഡിംഗ് സർജിക്കൽ ഇന്റർവെൻഷൻസ് ലൈക് സിസേറിയൻ സെക്ഷൻ. എമർജൻസി ഓബ്സ്റ്റട്രിക് കെയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. സിസേറിയൻ ഡെലിവറി നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം. ന്യൂ ബോൺ കെയർ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നതിൽ അവരെ നോക്കാനുള്ള NIC, ഇന്റൻസീവ് കെയർ യൂണിറ്റുകളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ബ്ലഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ബ്ലഡ് ബാങ്ക് ഉണ്ടായിരിക്കണം. എമർജൻസിക്ക് സജ്ജീകരണം വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ബ്ലഡ് ബാങ്ക് വേണം അവിടെ. 24 hour ഡെലിവറി സർവീസ് ഇൻക്ലൂഡിംഗ് നോർമൽ ആൻഡ് അസിസ്റ്റഡ്. ഇനിയിപ്പോ സിസേറിയനല്ലാത്ത ഡെലിവറി ആണെങ്കിൽ പോലും അത് നടക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. എമർജൻസി കെയർ ഓഫ് സിക്ക് ചിൽഡ്രൻ, പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വയ്യെങ്കിൽ അവരെ കെയർ ഉള്ള സൗകര്യങ്ങൾ. ഫുൾ റേഞ്ച് ഓഫ് ഫാമിലി പ്ലാനിംഗ് സർവീസ് ഇൻക്ലൂഡിംഗ് ലാപ്രോസ്കോപ്പിക് സർവീസ്. ഇനിയിപ്പോ ഒരു സ്ത്രീക്ക് ഡെലിവറിക്ക് ശേഷം തന്നെ ഉടനെ തന്നെ അവർക്ക് അവരുടെ ഫാമിലി പ്ലാനിംഗ് നിർത്തണം എന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്യൂബെക്ടമി ചെയ്യാനുള്ള ഫെസിലിറ്റി. ഇനി അല്ലാതെ അവർ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാലായാലും എപ്പോ വേണമെങ്കിലും അത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. സേഫ് അബോർഷൻ സർവീസ്, അബോർഷൻ ലീഗലി അലൗഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ അബോർഷൻ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വേണം. ട്രീറ്റ്മെന്റ് ഓഫ് STI ഓർ RTI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ RTI, അതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. എസെൻഷ്യൽ ലാബ് വേണം. പിന്നെ റെഫറൽ ട്രാൻസ്പോർട്ട് സർവീസ്. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ എമർജൻസി ഇവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, അപ്പൊ നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണം. നിങ്ങളുടെ വണ്ടിയിൽ കയറി പോകുന്നല്ല, അവിടെ ആ പേഷ്യന്റിനെ എല്ലാം സജ്ജീകരണങ്ങളോട് കൂടി ഓക്സിജൻ മാസ്കോട് കൂടിയൊക്കെ കൊണ്ടുപോകാനുള്ള ആംബുലൻസും കാരണങ്ങളും ഒക്കെ വേണം. അതാണ് റെഫറൽ ട്രാൻസ്പോർട്ട് സർവീസ്. ഇതൊക്കെയാണ് ഒരു FRUവിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. It should be noted that there are 3 critical determinants of facility being declared as FRU. ഇത്രയൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള 3 ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ 3 എണ്ണമാണ്. എന്തൊക്കെയാണ്? അവൈലബിലിറ്റി ഓഫ് സർജിക്കൽ ഇന്റർവെൻഷൻ, ന്യൂബോൺ കെയർ ആൻഡ് ബ്ലഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഓൺ 24 hour ബേസ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈ 3 ആണ്: എമർജൻസി, ഓബ്സ്റ്റട്രിക് കെയർ, ന്യൂബോൺ കെയർ, ബ്ലഡ് സ്റ്റോറേജ് ഫെസിലിറ്റി. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഈ താഴേക്കുള്ള 3 പോയിന്റ് പഠിച്ചതിലും കുഴപ്പമില്ല, പക്ഷെ ഈ ഡെഫിനിഷൻ മനസ്സിലാക്കിയിരിക്കണം. എന്റെ ആദ്യത്തെ 3 പോയിന്റ് പഠിച്ചിരിക്കണം.
newborn care corner, special newborn care unit and newborn stabilization unit, newborn stabilization unit, newborn care corner and newborn ഇതാണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കാരണം രണ്ടും വേണം. ന്യൂബോൺ കെയർ കോർണർ മാത്രമല്ല സ്റ്റെബിലൈസേഷൻ യൂണിറ്റും കൂടി വേണം. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി യുടെ കറക്റ്റ്. എല്ലാ ഓപ്ഷനും കറക്റ്റ് അല്ല, പക്ഷെ ഏറ്റവും കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഈ രണ്ടും വേണം, നിർബന്ധമായിട്ട് ഇത് രണ്ടും വേണം. ന്യൂബോൺ കെയർ കോർണറും വേണം, സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് വേണം. ന്യൂബോൺ കുട്ടിക്ക് നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിലും അതിനെ കെയർ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും വേണം. ഇനിയിപ്പോ കുട്ടിക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെബിലൈസേഷൻ യൂണിറ്റും വേണം. അപ്പൊ അത് രണ്ടും അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആയത്. മെംബ്രെയിൻ പ്രോസസ് ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ് ആർ ഓൾ എക്സെപ്റ്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനെ പറ്റി പറയുമ്പോൾ ഏതൊക്കെയാണ് മെംബ്രെയിൻ ട്രീറ്റ്മെന്റ് അല്ലാത്തത്? ഓപ്ഷൻ എ റിവേഴ്സ് ഓസ്മോസിസ്, ബി അൾട്രാ ഫിൽട്രേഷൻ, സി സൂപ്പർ ഫിൽട്രേഷൻ, ഡി മൈക്രോ ഫിൽട്രേഷൻ. ആൻസർ ഓപ്ഷൻ സി സൂപ്പർ ഫിൽട്രേഷൻ. According to pore size or molecular weight cutoff, filtration membranes are classified into different types as microfiltration, ultrafiltration, nanofiltration, reverse osmosis membranes. അപ്പൊ ഈ pore size അല്ലെങ്കിൽ molecular weight അനുസരിച്ച് filtration membranes ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? മൈക്രോ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ, നാനോ ഫിൽട്രേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്. മൈക്രോ ഫിൽട്രേഷൻ പറഞ്ഞു, അൾട്രാ ഫിൽട്രേഷൻ പറഞ്ഞു, റിവേഴ്സ് ഓസ്മോസിസ് പറഞ്ഞു, പിന്നെ നാനോ ഫിൽട്രേഷനും കൂടി ഉണ്ട്. ഇവിടെ സൂപ്പർ ഫിൽട്രേഷൻ പറഞ്ഞില്ല. സോ റോങ് ആൻസർ ഇസ് സൂപ്പർ ഫിൽട്രേഷൻ. അതായത് എക്സെപ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ളത് സൂപ്പർ ഫിൽട്രേഷൻ. എ ഡിസീസ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോൺടാക്ട് ഇസ് കോൾഡ്. കോൺടാക്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ആകുന്ന ഡിസീസിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ഇൻഫെക്ഷ്യസ് ഡിസീസ്, ബി കണ്ടേജിയസ് ഡിസീസ്, സി കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഡി എൻഡമിക് ഡിസീസ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി കണ്ടേജിയസ് ഡിസീസ്. ഡിഫറൻസ് നോക്കാം. ഇൻഫെക്ഷ്യസ് ഡിസീസ്, a clinically manifest disease of man or animal resulting from an infection. അതായത് ഒരു ഇൻഫെക്ഷൻ കാരണം ഒരു അസുഖം ഉണ്ടായി, അതിനാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. എന്റെ ശരീരത്തിൽ ഏതോ ഒരു ബാക്ടീരിയയോ വൈറസോ പ്രോട്ടോസോ എന്തോ കയറി ഇൻഫെക്ഷൻ ഉണ്ടാക്കി, അപ്പൊ അത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. അത്രേ ഉള്ളൂ ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ ഡെഫിനിഷൻ. അടുത്തത് കണ്ടേജിയസ് ഡിസീസ്, ട്രാൻസ്മിറ്റഡ് ടു അതർ പേഴ്സൺ ബൈ ഫിസിക്കൽ കോൺടാക്ട് വിത്ത് ദ പേഴ്സൺ സഫറിംഗ് ഡിസീസ്. എനിക്കൊരു അസുഖമുണ്ട്, അപ്പൊ എന്റെ ബോഡി ഞാൻ വേറൊരാളെ തൊട്ടാൽ മാത്രം ഫിസിക്കൽ കോൺടാക്ട്, അതായത് എന്റെ ബോഡിയിൽ നിന്നുള്ള എന്തെങ്കിലും ഇതിൽ ഫിസിക്കൽ ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ് കണ്ടേജിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ സ്പ്രെഡ് ആകും. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസ്, a disease of an infectious agent that is or its toxic products capable of being directly or indirectly transmitted from man to man, animal to animal, or from environment to man or animal. അതായത് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള എല്ലാ അസുഖങ്ങളെയും നമ്മൾ എന്തെന്ന് പറയും? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. അത് മനുഷ്യരിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്കാവാം, മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കാവും, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഇടയിലാവും. സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ടോ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. അത് ടച്ചിലൂടെ മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ, അല്ലെ കോൺടാക്റ്റിലൂടെ മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ. അതിന്റെ പറയുന്ന പേരാണ് കണ്ടേജിയസ് ഡിസീസ്. അതാണ് ഡിഫറൻസ്. ഇതിൽ കൂടാതെ ഓപ്ഷനിലുള്ള മറ്റു രണ്ടെണ്ണമാണ് എപ്പിഡമിക്, എൻഡമിക്. എപ്പിഡമിക് unusual occurrence in a community of disease, specific health related behavior or health related events clearly in excess of expected occurrence. അവിടെ unusual occurrence, അതുപോലെ തന്നെ clearly in excess of expected occurrence ആണ് important points. അടുത്തത് എൻഡമിക്, constant presence of a disease or infectious agent within a given geographic area or population without importation from outside. When conditions are favorable, may burst into epidemic. എപ്പിഡമിക്കിന്റെ എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു റീജിയനിൽ മാത്രം കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് ഡിസീസ് ഇൻഫെക്ഷൻ വിത്തിൻ ഗിവൻ ജിയോഗ്രഫിക് ഏരിയ, കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോൾ അത് എന്തായിട്ട് മാറും? എപ്പിഡമിക് ആയിട്ട് മാറാം. എൻഡമിക് ക്യാൻ ബിക്കം എപ്പിഡമിക് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ്.